ഹായ് ഹലോ മച്ചന്മാരെല്ലാവർക്കും ഏറ്റവും പുതിയൊരു ടീസർ റിവ്യൂലേക്ക് സമയം ടീസർ ഇറങ്ങിയിട്ട് 2 ദിവസമായി. പക്ഷെ എന്താ പറയുക, നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ ടൈം കിട്ടിയിരുന്നില്ല. എങ്കിലും എത്ര നമ്മൾ കാത്തിരുന്നാലും നല്ല നല്ല ടീസറൊക്കെ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലയാള സിനിമ വേറെ തലത്തിലേക്ക് മാറിക്കൊണ്ട് തരത്തിലാണ് ടീസർ കണ്ടത്. വേറെ ഒന്നല്ല, എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വരുന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, വളരെയധികം ക്വാളിറ്റി ഉണ്ട്. കാരണം ഇതിന് മുമ്പൊക്കെ അതിൻ്റെ പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ എന്തൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ടീസർ കണ്ടപ്പോൾ എന്താ വിഷ്വൽ സീഡ് ആണെങ്കിലും അല്ലെങ്കിൽ ആ എടുത്തിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ രീതി ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഡൊമിനിക് കാരൂണാണ് ഡയറക്ഷൻ. അതുപോലെ തന്നെ കാശി നോക്കി കഴിഞ്ഞാൽ കല്യാണി പ്രിയദർശൻ, നസ്രീൻ, ടോവിനോ തോമസ് തുടങ്ങിയ പ്രധാനമായിട്ട് കാസ്റ്റിംഗായി വരുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ സാന്തി മാസ്റ്ററും ഇതിൽ പ്രധാനപ്പെട്ട റോളാണ് വരാൻ വേണ്ടി പോകുന്നത്. ടീസറിനെ കുറിച്ച് പറയാച്ചെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂകൾ കൊണ്ട് നമ്മൾ ടീസർ പല വീഡിയോയിൽ കാണിക്കാറില്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിൽസ് പറയാറുണ്ട്. ആ ടീസർ ഡ്യൂറേഷൻ നോക്കിയിട്ട് ഏകദേശം 1.5 മിനിറ്റാണ് ഡ്യൂറേഷൻ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു എന്താ പറയുക, ഒരു ആനിമേഷക ഒരു എന്താ പറയുക സൂപ്പർ ഹീറോ വുമൺ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേകം തരത്തിലോട്ടാണ് നമ്മുടെ കല്യാണി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മലയാളത്തിലേക്ക് ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്ന നടന്മാരെ അല്ലെങ്കിൽ സൂപ്പർ ഹീറോയിലേക്ക് ഇടയ്ക്ക് സൂപ്പർ വുമൺ വരാൻ വേണ്ടി പോവാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു മാറ്റം. കാരണം അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഡിഫറെൻ്റായി തോന്നി. കാരണം ചന്ദ്ര എന്ന് പറയുന്ന കല്യാണി പ്രദർശനം അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്, നെസ്ലിനെ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് തന്നെ മുന്നേ തന്നെ പറഞ്ഞിരുന്നു, ഇത് എന്താ പറയുക വേറൊരു ലോകത്തിലേക്ക് വേറൊരു വേൾഡിലേക്ക് എത്തിപ്പെടുന്നുള്ള ഒരു പുതിയ കാലഘട്ടമാണ്. അത് 2025 മുതൽ 2060 50 കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ നാട്ടിൽ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് ലോകയെ കുറിച്ചിട്ട് കുറച്ചും കൂടി വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്രയെക്കുറിച്ചാണ് ഫസ്റ്റ് പാർട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം ഒരുപാട് സീരീസുകളായിട്ട് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിൻ്റെ ആയിട്ട് തന്നെ മുന്നേ പറഞ്ഞ ഏകദേശം 7 ചാപ്റ്റർ ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇവരെ കൂടെ നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ, ടോവിനോ തോമസും ഇതിൽ ക്യാമറയിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതുമാത്രമല്ല അവരെ വെച്ചിട്ട് തന്നെ 2 പേരെ വെച്ച് സെപ്പറേറ്റ് ആയിരിക്കും ലോകയുടെ ചാപ്റ്റർ 2 വരാൻ വേണ്ടി പോകുന്നത് മുന്നേ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷകൾ തന്നെ ടീസർ നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ലോകയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇത് കല്യാണി എന്ന് പറയുന്ന ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് ഭാഗം കാണിക്കുന്നതിൽ കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഒരു സൂപ്പർ വുമൺ ആണോ ചോദിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ. കാരണം അവർ വേറൊരു വേൾഡിലേക്ക് എത്തിപ്പെടുമ്പോൾ കാണിക്കുന്നു, പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്, ഒരു ഫോറസ്റ്റും അതുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ തീർച്ചയായും തിയേറ്ററിലെ എക്സ്പീരിയൻസ് വിഷ്വൽ സൈഡൊക്കെ ഗംഭീരമാക്കി ഒരുപക്ഷെ നമ്മുടെ ഈ ഓണം കളറാക്കാൻ ലോകം എന്ന് പറഞ്ഞ ചിത്രത്തിന് സാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ടീസർ പോലും ആ തരത്തിലുള്ള ഒരു ക്വാളിറ്റി നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും പടത്തിലുടനീളം പടം എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ റിലീസ് പ്ലാൻ ചെയ്തത് ഓഗസ്റ്റ് 28 റിലീസ് പ്ലാൻ ചെയ്തത് നമ്മുടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ട് ക്ലാഷ് റിലീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നും കാണാൻ നമ്മുടെ ദുൽഖറും ടീമും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ തീർച്ചയായും വ്ലോഗ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഒരു പക്ഷേ ഓഗസ്റ്റ് 28 ഫസ്റ്റ് ഡേ കണ്ടില്ലെങ്കിലും അതിനുശേഷം കാണാൻ വേണ്ടി തോന്നുന്ന തരത്തിൽ തന്നെയാണ് ലോഗോ പ്രസൻറ്റേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ലോഗോ ടീസർ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും മലയാള സിനിമയുടെ മാറ്റത്തിലേക്ക് വീണ്ടും വരാൻ വേണ്ടി പോവാണ്. വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന ചിത്രം, അതേക്കാൾ ഉപരി വലിയൊരു ക്യാൻവാസിൽ നമുക്ക് മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും മലയാള സിനിമ വളരട്ടെ, എന്താ പറയുക ഒരു സൂപ്പർ വുമൺ തന്നെ സംഭവിക്കട്ടെ. എന്തായാലും മലയാളത്തെക്കുറിച്ച് മറ്റുള്ള ഒരു പാൻ റിലീസിലാണ് ലോഗോ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. എനിക്ക് ബൈ.